സാമൂഹ്യക്ഷേമ പെൻഷൻ പദ്ധതിയിൽ അർഹരല്ലാത്ത ഗുണഭോക്താക്കളെ കണ്ടെത്താൻ മറ്റു വകുപ്പുകളുമായി ചേർന്ന് വിശദമായ പരിശോധനയ്ക്ക് സർക്കാർ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക. ഇതിന്റെ ഭാഗമായി അടിയന്തര നടപടികൾ സ്വീകരിക്കുവാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക യോഗം തീരുമാനിച്ചു. സാമൂഹിക പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ഡാറ്റ മറ്റ് സർക്കാർ ഡാറ്റകളുമായി ചേർത്തുവെച്ച് പരിശോധനയ്ക്കായി തീരുമാനം. വാഹനം, വലിയ വീട്, വലിയ അളവിൽ ഭൂമി തുടങ്ങിയവയുള്ളവരെ കണ്ടെത്തി പട്ടിക തയ്യാറാക്കും. ഇതിനായി മോട്ടോർ വാഹന, റവന്യൂ രജിസ്ട്രേഷൻ, സിവിൽ സപ്ലൈസ് തുടങ്ങിയ വകുപ്പുകളുടെ ഡാറ്റാബേസ് പരിശോധിക്കും. ഇതിനായി മുഖ്യമന്ത്രി തന്റെ ആദായ നികുതി വകുപ്പിന് കത്ത് നൽകും. ആഡംബര കാർ ഉടമകളെ കണ്ടെത്തുന്നതിനായി MDയുടെ ഡാറ്റ സഹായിക്കും. 1 ലക്ഷം രൂപയിൽ കൂടുതൽ കുടുംബ വരുമാനമുള്ള ആളുകളെ ഒഴിവാക്കുവാൻ സിവിൽ സപ്ലൈസിലെ ഡാറ്റ ഗുണകരമാകുമ്പോൾ രജിസ്ട്രേഷൻ, റവന്യൂ വകുപ്പുകളുമായുള്ള ഡാറ്റ ഗുണഭോക്താക്കളുടെ ആസ്തിയെ വെളിപ്പെടുത്തുവാൻ സഹായിക്കും. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന പട്ടിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് കൈമാറും. തുടർന്ന് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി നേരിട്ട് പരിശോധന നടത്തി റിപ്പോർട്ടുകൾ സമർപ്പിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ പട്ടികയിലുള്ള ആൾ അനർഹരാണെന്ന് കണ്ടെത്തിയാൽ ക്ഷേമ പെൻഷൻ വിതരണം നിർത്തലാക്കും. ഇതുവരെ അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തിരികെ ഈടാക്കുന്നതിനുള്ള നടപടികളും കൈക്കൊള്ളും. ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നയാൾ മരിച്ചാൽ ഉടൻ തന്നെ വിതരണം നിർത്തിവെക്കുവാനും തദ്ദേശ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പെൻഷൻ വീട്ടിലെത്തി വിതരണം ചെയ്യുമ്പോൾ തന്നെ മുഖം തിരിച്ചറിയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മസ്റ്ററിംഗ് നടത്തും. പെൻഷൻ വാങ്ങുന്നവർ മരിച്ചാലും വീട്ടിലുള്ളവർ പെൻഷൻ കൈപ്പറ്റുന്നത് ഒഴിവാക്കുവാൻ പ്രതിമാസ മസ്റ്ററിംഗിന് സാധിക്കും. ഗസറ്റഡ് ഓഫീസർമാർ, അസിസ്റ്റന്റ് പ്രൊഫസർമാർ, ഹയർ സെക്കൻഡറി അധ്യാപകർ തുടങ്ങിയ 1458 സർക്കാർ ജീവനക്കാർ അനർഹമായി സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ കാണിച്ചവർക്കെതിരെ വകുപ്പ് തലത്തിൽ അച്ചടക്ക നടപടികൾ എടുക്കുവാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചിരുന്നു. അനർഹർ കയറിക്കൂടുവാൻ സാഹചര്യമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടികളെടുക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനാടിസ്ഥാനത്തിൽ ക്ഷേമ പെൻഷൻകാരുടെ അർഹത വിലയിരുത്തുവാൻ ധനവകുപ്പ് പരിശോധന തുടരുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിൽ കോട്ടക്കൽ നഗരസഭയിൽ 38 അനർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തിയിട്ടുണ്ട്. ക്ഷേമ പെൻഷനും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ.